ഹലോ ഗൈസ്, ഞാൻ ഉള്ളത് ഡൽഹിയിലുള്ള ഗ്രാമീണ സേവാ റിക്ഷയിലായിട്ടുള്ളത്. ജാമ്യ മില്ലിയിൽ എന്റെ റൂമിൽ പോകാൻ വേണ്ടി ഒരു റിക്ഷ ഒക്കെ പിടിക്കാനോ. വണ്ടിക്കാരൻ ഗിയർ ഇങ്ങനെ മാറ്റുമ്പോഴേ അറിയാതെ ഞാൻ ഹൈ ഹൈ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അറിയോ, വണ്ടിക്കാരൻ അറിയാതെ മാറി പിടിക്കുമോ എന്നുള്ള ഒരു പേടിയാണ്. പക്ഷെ പേടി വേണ്ടട്ടാ, ജാഗ്രത മതി. ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഇമ്പോർട്ടഡ് ചെയ്ത റയർ പീസ് പോലീസ് തന്നെയാണ്. പക്ഷെ ആള് ടാക്സിക്കാരനാട്ടോ, ആള് തെറ്റിദ്ധരിക്കേണ്ട. വണ്ടിയിൽ ഏതായാലും ഒരു ഉണ്ണിയപ്പം പോലത്തെ ബംഗാളിനെ ഒറ്റ കിട്ടിയപ്പോഴേ ഞാൻ മൂപ്പരോട് പറഞ്ഞേ കേരളമേ ബഹുത് ഫേമസ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞേ ആരെയും മദർ ചോർ. അതിന് ഞാൻ എന്താ ചെയ്യും, മലയാളത്തിലല്ലോ പറഞ്ഞേ, ഹിന്ദിയിൽ. അങ്ങനെ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ് രണ്ടാമത്തെ വണ്ടി കയറിയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊരു ചൂടടോ. ഈ ചെങ്ങായി ഇതിന്റെ ഉള്ളിൽ എന്താ മുട പോയിങ്ങളുണ്ട്, അമ്മാരി ചൂടടോ. നമ്മളെ നാട്ടിലത്തെ വല്ലിപ്പാരൊക്കെ തുണിയും കള്ളിത്തുണിയും ഷർട്ടൊക്കെ ഇടല്. ഇവിടുത്തെ വല്ലിപ്പാരൊക്കെയാണ് പൈജാമിയും ജുബി, ഒരു തൊപ്പി ഉണ്ടാവും, വലിയൊരു താടി ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു കോസ്റ്റ്യൂം. വണ്ടിയിൽ ആരെയും കയറിയാലട്ടോ ഇയാൾ വണ്ടി എടുക്കുള്ളൂ. അപ്പൊ ഞാൻ വേഗം ഹിന്ദിയിൽ ജൽദി ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിടണമെന്നുണ്ട്. അയാൾ ബാക്കിൽ എന്താണ് ഇങ്ങനെ എന്റെ മുത്ത് നോക്കി ചെറുക്കി നോക്കിയാൽ അയാൾ വിചാരിക്കുന്നുണ്ടോ ഇവനെ ഇവിടെ കിളിയാക്കി വെച്ചാലോ. ഞാൻ അതിന് ഡൽഹിക്ക് കിളിയാവാൻ വന്നല്ലോ, ഞാൻ പഠിച്ചാൻ വന്നല്ലോ അല്ലേ. അപ്പോഴാണ് ഞാൻ റോഡ് സൈഡിൽ രണ്ട് വെല്ലിപ്പാരി ഇരുന്നാട്ട് പയം തിന്നണുണ്ട് കേട്ടാ. അത് തിന്നു കഴിഞ്ഞിട്ട് ഓൾക്ക് വിശപ്പ് മാറാത്തോണ്ട് ഓൾ രണ്ടാളും കൂടി ഒരു റുമ്മാമ്പായും കൂടി തിന്നാട്ടെ. അത് കണ്ടപ്പോ എനിക്ക് സങ്കടമായിട്ടാ. ഞാൻ ഓൾക്ക് എന്തെങ്കിലും ഫുഡ് മേടിച്ചെടുത്താലോ എന്ന് ഇങ്ങനെ മനസ്സ് വിചാരിക്കേനി. അപ്പോഴാണ് ഒരു ചെങ്ങായിട്ട് വന്നാണ്ട് ഓൾക്ക് ഒരു 2 ബിരിയാണി പൊതി കൊടുത്തോണ്ടാണ് പോയിട്ട്. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കാം, പഠിച്ചോൻ ഓരോരുത്തരെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഓൾക്കുള്ള ഫുഡ് പഠിച്ചോൻ കൊടുക്കണ്ടില്ല എങ്ങനെയെങ്കിലും ആയിട്ട്. പിന്നെ ഞാൻ ഈ വണ്ടിന്റെ ഗിയറൊക്കെ ഒന്ന് പിടിച്ചു നോക്കിട്ടാ, നല്ല മിൻസല്ല ഗിയറോടോ കണ്ടു പരിചയമുള്ള ഒരു വടി മേലെ അതൊരു ഉണ്ടാ. പണ്ടിന്റെ മദർസ് പഠിപ്പിച്ച ഉസ്താദിന്റെ ഇതേമാതിരത്തെ ഒരു വടി. ഉസ്താദായിട്ട് എന്നെ അടിക്കൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാനേ ഒരു ഉണ്ടുണ്ടായിന്. ഇതേമാതിരി തന്നെ അത് ഈ ഗീറും.